വീര്യഗിരിയുടെ മുകളിൽ കോടമഞ്ഞിൻ്റെ കമ്പളത്തിനിടയിൽ പൂർണ്ണചന്ദ്രൻ ഒളിച്ചിരുന്നു. കൂനൂർ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ അരുണ്ട വെളിച്ചത്തിൽ ഉള്ളിലെ മദ്യത്തിൻ്റെയും ശരീരത്തിൻ്റെയും രതിയുടെയും ആലസ്യത്തിൽ ശരവണൻ്റെ മാറിൽ ചാഞ്ഞു കിടക്കുകയായിരുന്നു എലിസബത്ത്. അച്ഛൻ്റെ മകൻ തന്നെ. എന്താ കയ്യിലിരിപ്പൊരു ഇക്കിളിച്ചിരിയോടെ അവൾ പറഞ്ഞു. ഇപ്പോൾ ഞാനെന്താ മോശമാണോ? തുറന്നു കിടക്കുന്ന വാതിലിൻ്റെ വെളിയിൽ സോഫയിൽ അർത്ഥനഗ്നനായി കിടന്നിരുന്ന സെന്തിൽ വിളിച്ചു ചോദിച്ചു. അല്ലയേ, ഇന്നലെ രാത്രി മുതൽ 2 പേരുടെയും കൂടെ ആയിരുന്നല്ലോ. നിങ്ങളുടെ ഒന്നും അച്ഛന്മാർ ഇത്രയും നേരം ഞാനുമായി കൂടിയില്ലേ? അതുകൊണ്ടാണ് പറഞ്ഞത്. നഗ്നമായ മേനി പുതപ്പാൻ മറിച്ചുകൊണ്ട് അവൾ തമാശ രൂപേണ കൈകൾ കൂപ്പി പറഞ്ഞു. പെട്ടെന്നായിരുന്നു ശരവണൻ എലിസബത്തിൻ്റെ മുടിക്കൊത്തിൽ പിടിച്ചത്. കൂടെ കിടന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ളത് ഞങ്ങളുടെ തന്തമാരും നിനക്ക് തന്നിട്ടുണ്ട്. ഈ എസ്റ്റേറ്റും ബംഗ്ലാവും എല്ലാം നിനക്ക് കിട്ടിയതെങ്ങനെ എന്ന് നിനക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം. അതുകൊണ്ട് കൂടുതൽ നാവാട്ടം വേണ്ട. പാതി തമിഴ് കലർന്ന മലയാളത്തിൽ ശരവണൻ പറഞ്ഞു നിർത്തി. വേദനയിൽ എലിസബത്ത് കുളഞ്ഞു. ഏയ് ശരവണ, ഇത് വിടുങ്കടാ.